മെയ് 15 വരെ, മെയ് 30 വരെ ആയിരുന്നു. കഴിഞ്ഞ പ്രാവശ്യത്തെ മഴ നേരത്തെ വന്നതുകൊണ്ട് അത് ഇക്കൊല്ലം അത് ചേഞ്ച് വരുത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ സംയുക്തമായിട്ടാണ് നമ്മളുടെ വാർഡ് മെമ്പർ, പിന്നെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ, 2 വാർഡ് മെമ്പറും ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറും സംയുക്തമായിട്ടാണ് ഈ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് ശ്രീമതി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ശ്രീമതി ലളിതാ നാരായണനെയും 6ാം വാർഡ് മെമ്പർ ശ്രീ അനൂപിനെയും 7ാം വാർഡ് മെമ്പർ ഉഷാകുമാരിയെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ശ്രീമതി ലളിതാ നാരായണൻ അനൂപിനും, വാർഡ് മെമ്പർ അനൂപിനും ശ്രീമതി ഉഷാകുമാരിക്കും സംഭാരം വിതരണം കൊണ്ട് ഇതിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നു. ഉദ്ഘാടനം ഇനി അടുത്തത് പൊന്നാട അണിയിക്കാൻ വേണ്ടിയിട്ട് ശ്രീമതി ലളിതാ നാരായണനെ പൊന്നാട, ശ്രീ 6ാം വാർഡ് മെമ്പർ അനൂപിനെ പൊന്നാട അണിയിക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ കൊച്ചപ്പേട്ട, പ്രിയപ്പെട്ട കൊച്ചപ്പേട്ടെ സാധനം ക്ഷണിച്ചു കൊള്ളുന്നു. ഏഴാം വാർഡ് മെമ്പറായ ശ്രീമതി ഉഷാകുമാരിയെ പൊന്നാട അണിയിക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ ബ്ലോക്ക് മെമ്പർ ശ്രീമതി ലളിതാ നാരായണനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. 8ാം വാർഡിലെ തണ്ണീർപ്പന്തൽ ഉദ്ഘാടനം കുറേ വർഷങ്ങളായിട്ട് ഇവിടെ നടത്തി വരാനുള്ളതാണ്. ഇപ്പം 3ാമത്തെ പ്രാവശ്യമാണ് ഞാനിവിടെ വരുന്നത്. ഇതിൻ്റെ ഉദ്ഘാടനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം പ്രസിഡന്റ് കഴിച്ചു, ഇപ്രാവശ്യം എന്തോ ഭാഗ്യത്തിന് ഞാൻ തന്നെ വരേണ്ടി വന്നു. എന്തായാലും നമ്മുടെ മെമ്പർമാരെല്ലാവരും ഉണ്ടല്ലോ, നമ്മുടെ എല്ലാവർക്കും ഞാൻ ഇത്രയും വർഷവും ഇവിടെ വരുന്ന സമയത്ത് എല്ലാവരും ഉണ്ടായിരുന്നു. ഇപ്പൊ ഇനിയും ഒരാളുടെ ഒരു കുറവുണ്ടല്ലോ, ഒരു ശിവേട്ടനുണ്ട്. അതെ അല്ലേ, ശിവേട്ടനുണ്ട്. അതെ, കുറച്ച് 2-3 പേരും കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ അവരും ഇതിനെല്ലാറ്റിനും എല്ലാവരും നിങ്ങൾ ഇതിനെ ഇത്രയും വർഷവും ഇതിനെ തുടർന്ന് കൊണ്ടുപോകാൻ, നമ്മൾക്ക് ഈ തണ്ണീർപ്പന്തൽ എന്ന് പറഞ്ഞാൽ വെള്ളം ഏത് സമയത്താണ് നമ്മൾക്ക് വേനൽ അവധിയായിട്ടുണ്ടെങ്കിൽ വരുന്നവർക്ക് ദാഹിച്ച വെള്ളം കൊടുക്കുക എന്നുള്ളതാണല്ലോ നമ്മുടെ കർത്തവ്യം. എന്തായാലും ഇതെന്നും തുടർന്ന് എത്തിപ്പെടട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇതിന് പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം. ഇതിന് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു. അർപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ അനൂപിനെ ക്ഷണിക്കുകയാണ്. വേറെ ബഹുമാനപ്പെട്ടവരെ, നമ്മുടെ പ്രദേശത്ത് ഒരു മാതൃകാപരമായ സംരംഭമാണ് ദാഹിച്ച് വലഞ്ഞു വരുന്ന ജനങ്ങൾക്ക് ദാഹം തീർക്കുന്നതിന് വേണ്ടി സംഭാരം വിതരണം ചെയ്യുക എന്നത്. ഏതായാലും വേനൽ കടുക്കുന്നതോടുകൂടി സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെയുള്ള 100 കണക്കിന് വരുന്ന ജനങ്ങൾ ആശ്രയിക്കുന്ന ഈ തണ്ണീർപ്പന്തൽ നാടിൻ്റെ നന്മയെയാണ് സൂചിപ്പിക്കുന്നത്. നന്മ നിറഞ്ഞ കുറച്ച് മനുഷ്യർ നാട്ടിലെ എല്ലാവർക്കും ദാഹം തീർക്കുന്നതിന് വേണ്ടിയുള്ള കുടിനീര് കൊടുക്കുന്ന ഈ സന്ദർഭം ജീവിതത്തിൽ മറക്കാൻ കഴിയാത്ത ഒരു അനുഭവമായി കണക്കാക്കുകയാണ്.
നമ്മുടെ ദേശത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ നമ്മുടെ പ്രദേശത്തെ സംബന്ധിച്ച് എന്നും ജനങ്ങളോട് കരുണയുള്ള, അവരെ ചേർത്ത് പിടിക്കുന്ന സമീപനം സ്വീകരിക്കുന്ന ആളുകളാണ് മിക്കവരും. അതിൻ്റെ കൂടി ഉത്തമ ഉദാഹരണമാണ് ഈ തണ്ണീർപന്തൽ സംരംഭം. ഞാൻ മനസ്സിലാക്കിയതനുസരിച്ച് ഇന്നു മുതൽ മഴ പെയ്യുന്നത് വരെ, മഴ പെയ്ത് ഭൂമി തണുക്കുന്നത് വരെ, മെയ് 15 എന്നത് നമ്മളിപ്പോൾ ഒരു ഡേറ്റ് തീരുമാനിച്ചതാണ്. അപ്പോഴും വേനലാണെങ്കിൽ, മെയ് 15-നും വേനലാണെങ്കിൽ തുടർന്നും ഇത് സംഭാരം കൊടുക്കുമെന്നാണ് അറിഞ്ഞത്. ഏതായാലും നമ്മുടെ പ്രദേശത്തെ ഓരോ വ്യക്തികൾ അവർ സ്പോൺസർ ചെയ്യുന്ന മുറയ്ക്ക് ഓരോ ദിവസവും തങ്ങളാൽ കഴിയുന്ന സംഭാവന കൊടുത്ത് എല്ലാവർക്കും കുടിക്കുന്നതിനുള്ള സംഭാരം മറ്റു പ്രദേശങ്ങളിൽ അന്യം നിന്ന് പോകുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. ഇപ്പോൾ തണ്ണീർപന്തൽ എന്ന് പറയുമ്പോൾ, ഇപ്പോൾ പുസ്തകങ്ങളിലൊക്കെ നമ്മൾ വായിക്കുമ്പോൾ പണ്ട് കാലത്ത് വാഹനങ്ങളൊന്നുമില്ലാത്ത കാലഘട്ടം, നടന്നിട്ടാണ് യാത്രകൾ മുഴുവൻ. നടന്ന് തളർന്നു പോകുന്ന ആളുകൾക്കും അതുപോലെ തന്നെ ചരക്ക് ഗതാഗതമൊക്കെ തലയിൽ ചുമടായി കൊണ്ടുപോകുന്ന സാഹചര്യത്തിൽ അത്തരം ആളുകളും ഉൾപ്പെടെ ആശ്രയിക്കുന്ന ഒരു കേന്ദ്രമാണ് തണ്ണീർപന്തലുകൾ. ഏതായാലും ഞാൻ ദീർഘിപ്പിച്ചു പോകുന്നില്ല. ഈ നല്ല ഉദ്യമത്തിന് എല്ലാ ആശംസകളും നേരുന്നു. അതുപോലെ തന്നെ ഈ സംഭാര വിതരണം നടത്തുന്ന കമ്മിറ്റിക്ക് ഹൃദയം നിറഞ്ഞ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് ആദ്യമായി എല്ലാവരോടും നന്ദി പറയുകയാണ്. ഇത് പറഞ്ഞാൽ ഒരുപാട് പേർക്ക് വലിയൊരു ആശ്വാസമാണ്. ഞങ്ങളൊന്ന് പലതവണ വന്ന് കുടിച്ചിട്ടുണ്ട്. ഇതുപോലെ സ്കൂൾ കുട്ടികൾക്കും വഴിയാത്രക്കാർക്കും നല്ലൊരു ആശ്വാസമാണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ആദ്യമായി എല്ലാവിധ നന്ദി പറയുകയാണ്, എല്ലാവിധ അഭിവാദ്യങ്ങളും പറയുകയാണ്. അപ്പോൾ ഇനി ഇത് തുടർന്നു പോകാൻ എന്ന് നിങ്ങൾ കഴിയട്ടെ. എല്ലാ കമ്മിറ്റിക്കാർക്കും ഇതിൻ്റെ നടത്തിപ്പുകാർക്കും നന്ദി അറിയിക്കുക. ഈ പരിപാടിക്ക് സഹകരിച്ച എല്ലാവർക്കും ഞാൻ എൻ്റെ സ്വന്തമായതിൽ നന്ദി രേഖപ്പെടുത്തുന്നു. പ്രത്യേകിച്ച് നമ്മുടെ വാർഡിലെ മെമ്പേഴ്സിനും പ്രിയപ്പെട്ട എല്ലാവർക്കും വേണ്ടി എൻ്റെ വക